കടലിലൊക്കെ കിട്ടണ പോലെ നമ്മൾ നമ്മുടെ ക്യാരറ്റ് ഉപ്പിലിടാൻ പോവാണ്. നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണം. ഉപ്പ് കുറച്ചധികം ഇട്ടാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഉപ്പ് ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. പുളിട്ടു കുറേ ഉപ്പിടും. നമ്മുടെ ഇഷ്ടത്തിനുള്ള അത്യാവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് അരിയാണ് കേട്ടോ. പകുതി അരിഞ്ഞാൽ എൻ്റെ രുചി കിട്ടും. ഇങ്ങനെ ഇടാം. ഇതൊക്കെ കഴുകി വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ ഇടാം. കണ്ടോ പകുതിയായിട്ട്. അപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിക്കുക ചെയ്യും. വെള്ളം കൂടി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കളയാം. വെള്ളം കൂടി പോയി, ഉപ്പി ചെറുതായി പോയി. ക്യാരറ്റ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ അതിൽ മിളക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ മിളക് അരിഞ്ഞിടാം പകുതിയായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ സൂപ്പർ ആയിരിക്കും. പക്ഷെ നമ്മുടെ നമ്മളിതാ യൂസ് ചെയ്യണത്. ഇത് നമ്മൾ അരിയാൻ പോവാണ്. രണ്ട് പീസൊക്കെ അരിഞ്ഞിടാം. അപ്പം ഇതിൻ്റെ കുറച്ച് ദിവസമൊക്കെ നല്ല ടേസ്റ്റ് ആയി കിട്ടും കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി അടിപൊളിയായി കഴിച്ചെടുക്കുക. നമ്മൾ 3 പച്ചമുളക് പകുതി ഇട്ടു. നമുക്ക് എത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയതല്ല, അത് പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഗ്രഹത്തില് എനിക്ക് തോന്നി ഉണ്ടാക്കിയതാണ്. നമ്മൾ അടച്ചിട്ട് കുറച്ച് കുറേ ദിവസം വെച്ചാൽ സൂപ്പർ ആയി കിട്ടൂട്ടാ. അടച്ചിട്ട് നമ്മളത് ഇങ്ങനെ എടുത്ത് വെക്കണം. അച്ഛമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അച്ഛമ്മ മുളകും ഉപ്പൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ ക്യാരറ്റ് കഴിക്കാൻ വേണ്ടിട്ട് റെഡിയാക്കി വെച്ചേക്കാണ് ഗൈസ്. അപ്പോൾ നമ്മളപ്പോൾ ഇത് എവിടെയാണ് വെക്കുന്നത്. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ കുറേ ദിവസം വെച്ചിട്ട് നല്ല ഇരുവണം മുളകാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അത്യാവശ്യം ദിവസമൊക്കെ വേണം. കുറേ ദിവസം മാക്സിമം വെക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ബൈ.